സൗദിയുടെ 94th നാഷണൽ ഡേ ദിവസമാണ്. ഇന്ന് ഹോളിഡേ ആണ്. ഇന്ന് ഹോളിഡേ ആയിട്ട് നമുക്ക് ഹോളിഡേ ഇല്ല. കാരണം ഞാനൊരു സെലിബ്രിറ്റിയുടെ കൂടെ അല്ലേ ജീവിക്കുന്നത്. അതുകൊണ്ട് സെലിബ്രിറ്റിക്ക് ഷൂട്ട് ഉണ്ട്. പറഞ്ഞ് ഞങ്ങൾ ഷൂട്ടിന് പോകണമാണ്. ഞങ്ങൾ പബ്ലിക് ഹോളിഡേ ആയിട്ട് ഇന്ന് വർക്ക് ചെയ്യാൻ പോവാണ്. ടുഗദർ ഞങ്ങളെ ഫസ്റ്റ് ആഡ് ലുലുവിന്റെ ഒരു ആഡ് ചെയ്യാൻ പോവാണ്. പറയൂ യൂസഫ്. ഞാനില്ല ഇങ്ങനത്തെ പരിപാടി. സാധാരണ ഈ സൈസ് എടുക്കാത്ത ആള്. പക്ഷെ യൂസഫ് അലിക്ക് നേരിട്ട് വിളിച്ചു ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തു ഒന്ന് അഭിനയിക്കുമോ. ഈ സൈഡിലെ ബിസിനസ് കുറച്ച് കുറവാണ്, നീ ഒന്ന് ശരിയാക്കിട്ടാന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ. ഇക്ക പറഞ്ഞാൽ നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇക്കാക്ക് വേണ്ടി അല്ലാതെ. അപ്പൊ ഞങ്ങള് നേരെ ലുലുവിലേക്ക് പോവാണ്. അപ്പൊ ഇന്നത്തെ വ്ലോഗ് കംപ്ലീറ്റ്ലി നാഷണൽ ഡേ വ്ലോഗ് ആയിരിക്കും. ഞങ്ങളുടെ ഷൂട്ടിന്റെ സംഭവങ്ങൾ കുറച്ചായിട്ട് ഞാൻ കാണിച്ചു തരാം. സക്സസ്ഫുള്ളി അടിപൊളിയായി വരുമെന്ന് വിചാരിക്കുന്നു. ടെൻഷൻ ഉണ്ടോ? ഞാൻ കൊറേ ആഴ്ച ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഉള്ളിൽ ഭയങ്കര പേടിയൊന്നുമില്ല. അവിടെ അങ്ങോട്ട് ഫ്രണ്ടില് ക്യാമറ വരുമ്പോ ഐ വിൽ ബി എ ഡിഫറെന്റ് പേഴ്സൺ. അതിന് മുന്നേ എനിക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അയ്യോ ഇങ്ങനെ അങ്ങനെയാണ്. പക്ഷെ ക്യാമറ കംസ് ഐ വിൽ ബി എ ഡിഫറെന്റ് പേഴ്സൺ. എന്റെ ഫസ്റ്റ് ഷൂട്ട് അങ്ങനെയായിരുന്നു. പഞ്ചായത്തിലെ ഓരോ കോമഡി ആയിരുന്നു. പക്ഷെ ഔട്ട് നൈസ് ആയിരുന്നു. ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കംപ്ലീറ്റ്ലി ഒരു നാഷണൽ ഡേ വ്ലോഗാണ്. ഇത് ലാസ്റ്റ് നാഷണൽ ഡേക്ക് ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോഴാണ് ഔട്ട് ഇറക്കുന്നത്. അപ്പോൾ നാഷണൽ ഡേ ആയിട്ട് ഇവർ നമുക്ക് സാഷയും ബാഡ്ജും ഒക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാണ്. ഇവളുടെ പേര് സ്റ്റാർ എന്നാണ്. എൻ്റെ കൂടെ തന്നെ ഷൂട്ടിന് വേണ്ടി വന്നതാണ്. ഫിലിപ്പിനോ ലാംഗ്വേജ് ഇവളാണ് ചെയ്യണത്. അങ്ങനെ ഞങ്ങൾ സാഷിയും ബാഡ്ജൊക്കെ റെഡിയാക്കി ഞങ്ങൾ ക്യാമറമാനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആ ടൈമിൽ എനിക്ക് പറ്റുന്ന പോലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യായിരുന്നു. അവിടെ കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോങ്ങും പിന്നെ പ്രോഗ്രാംസും ഒക്കെ ഉണ്ടായിരുന്നു. നൈസായിരുന്നു. ഞാൻ ഹവാസിന് ഒരു മൂലയ്ക്ക് എത്തിയിട്ടാണ് ഷൂട്ടിങ്ങിന് പോയത്. ബിക്കോസ് അടിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അടിയിലേക്ക് പോവുകയാണ്. ഇതിൽ ഞാനും മുന്നേയും ഷൂട്ടിലുള്ള കാരണം ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യണ കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അടിയിൽ കണ്ട പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനും. ആ മ്യൂസിക് ഇതിലിടാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളെ ക്യാമറ നമ്മളെ ക്രൂ ആണ്. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഇതിപ്പോൾ വേറെ ഡ്രസ്സിൽ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാഷണൽ ഡേ പ്രോഗ്രാമിന് പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗ്രീനൊക്കെ ഇട്ടിട്ട് പോവുകയാണ്. പക്ഷേ പോകാൻ പറ്റുമെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഭയങ്കര ട്രാഫിക് ആയിരിക്കും. ഈ ടൈമിലല്ല ഇറങ്ങേണ്ടത്, കുറച്ച് നേരത്തെയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഷൂട്ടുള്ള കാരണം കുറേ ലേറ്റായി പോയി എത്തിയപ്പോൾ. സോ ഞങ്ങൾ നേരെ എന്താ പറയുക, അവിടെ പ്രോഗ്രാം നടക്കുന്ന പ്ലേസിലേക്ക് പോവാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? കംപ്ലീറ്റ്ലി ട്രാഫിക് ബ്ലോക്കാണ്. അങ്ങോട്ട് എത്താനേ പറ്റില്ല, അതുപോലെ ബ്ലോക്കാണ്. അപ്പം ഞങ്ങൾ പ്ലാൻ മാറ്റി വേറെ പ്ലേസിൽ പോയി നോക്കാമെന്ന് ഓർത്തിട്ട് വേറെ വഴിയെടുത്താണ്. അപ്പം അവിടെയും കംപ്ലീറ്റ്ലി ബ്ലോക്ക്. അങ്ങനെ ഞങ്ങളെ പ്ലാൻ കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ചെയ്യേണ്ടി വന്ന്. നിങ്ങളെൻ്റെ സാഡ് ഫേസ് ഉണ്ടോ? ഞാൻ കഷ്ടപ്പെട്ട് കറക്റ്റ് കളർ ഡ്രസ്സൊക്കെ ചൂസ് ചെയ്തിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്തിറങ്ങിയത് കംപ്ലീറ്റ്ലി ഫ്ലോപ്പായി. ഞങ്ങൾ തിരിച്ച് വേറെ വഴി എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും പോകാൻ വേണ്ടി നോക്കണം. പക്ഷേ എവിടെ തിരിഞ്ഞാലും കംപ്ലീറ്റ്ലി ബ്ലോക്കാണ്. അപ്പോൾ പ്ലാൻ കംപ്ലീറ്റ്ലി ഡ്രോപ്പ് ചെയ്തു. ഞാൻ കുറേ കംപ്ലീറ്റ്ലി പറയണ്ടല്ലേ. ഫുള്ള് ബ്ലോക്ക്. ഞങ്ങള് സൗദി നാഷണൽ ഡേ ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നല്ല ഒരു അടിപൊളി വൈബ് നൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ പുറത്തിറങ്ങിയപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അപ്പുറത്തെ സൈഡിൽ ബ്ലോക്കാണ്. ഞാൻ കാണിക്കുന്നുണ്ട്, ബ്ലോക്കാണ്. അപ്പൊ ഞങ്ങൾ ഓർത്തേ എവിടെയെങ്കിലും പോയി നല്ല ഡിന്നറൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോവാ. ഒരു 5 മിനിറ്റ് ഫയർ വർക്കിന് നമ്മള് രാത്രി 2 മണിയാവും വീട്ടിലെത്തുമ്പോ. അത് കാരണം പിറ്റേ ദിവസം നമുക്കാണെങ്കിൽ നാളെ വർക്കിംഗ് ആണ്. സോ
ഇത് ഇവിടെ നോക്ക് നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പഴത്തെ സൈഡ് ഫുൾ ബ്ലോക്കാണ്. അങ്ങോട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പോയത്. കോർണിഷിലാണ് ഫയർ വർക്ക് ഉള്ളത്. അങ്ങനെ പോയി കഴിഞ്ഞിരുന്നെങ്കിൽ പണി പാളിയിരുന്നു. ഇത് ഞങ്ങൾ ഒഴിവുള്ള റോട്ടിലേക്ക് എടുത്ത് ഇങ്ങോട്ട് ആരും വരില്ല. പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഹാപ്പൻ ആവണില്ലാത്തോണ്ടിട്ട് ഇങ്ങോട്ട് ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ഫുള്ള് എന്താ പറയാ ബ്ലോക്കാണ്. നോക്ക്, അയ്യോ എല്ലാരും കൊടിയും പിടിച്ചിട്ട് കോർണിഷിലേക്ക് പോകാൻ വേണ്ടിട്ടുള്ളത്. അതില് പെട്ടാ തീർന്നു. അപ്പൊ ഞങ്ങളുടെ സൗദി നാഷണൽ ഡേ കാറിൽ തന്നെ ഇങ്ങനെ ആഘോഷിക്കാൻ നടത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ പോയിട്ട് ഒരു 5 മിനിറ്റ് ഫയർ വർക്കിന് നമ്മള് കൊടുക്കേണ്ടത് മണിക്കൂറുകളായിരിക്കും. സോ അത് കാരണം ഞങ്ങളത് സ്കിപ്പ് ചെയ്യാണ് ഗൈസ്. എന്തായാലും നമ്മളെന്തായാലും വൈബാക്കുന്നുണ്ട്. വേറൊരു സംഗതി ഇന്ന് ഞങ്ങളുടെ കൂടെ ഹവാസിനില്ല. ഹവാസിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ വേറൊരു നാഷണൽ ഡേ സെലിബ്രേഷനിലാണ്. അവളെ ഞങ്ങള് അവിടെ ആക്കിയിരിക്കുന്നതാണ്. അവൾക്ക് കുറച്ച് ഫൺ ആക്ടിവിറ്റീസും സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടി സെറ്റ് ചെയ്ത് കൊടുത്ത് അപ്പോൾ അവളെ അവിടെ ഡ്രോപ്പ് ചെയ്ത് ഇനി ഞങ്ങളിതൊക്കെ കഴിഞ്ഞിട്ട് പോണ സമയത്ത് അവളുടെ കഴിയുന്ന സമയമാകുമ്പോൾ അവളെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും. നാഷണൽ ഡേ ആയിട്ട് അവിടെ വെക്കണോ? നാഷണൽ ഡേ ഫയർ വർക്ക് ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ സാഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് വയറ് നിറച്ച് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ഒരു ഡിന്നർ ഡേറ്റ് ഒക്കെ നടത്തി ഞങ്ങൾ നേരെ തിരിച്ചു വീട്ടിലേക്ക് പോവാണ്. പക്ഷേ ഒരു സ്ഥലത്തും കൂടി പോകാനുണ്ട്. സവാസിൻ്റെ നാഷണൽ ഡേ ആയിട്ട് അവൾക്ക് ഒരു കോസ്റ്റ്യൂം സെലക്ട് ചെയ്യണം. സോ ആ സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഡ്രസ്സ് കിട്ടുമോ എന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് കയറിയപ്പോൾ ഒരുപാട് നാഷണൽ ഡേ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനായി ഏതെടുക്കണം എന്നുള്ളത്. ഞാൻ ഇതിൽ ഏത് ഡ്രസ്സായിരിക്കും എടുത്തിട്ടുണ്ടാവുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വേഗം പോവാനുള്ള പരിപാടി ഉണ്ട്. നാളെ നാഷണൽ ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സില്ല. അപ്പോൾ നേരെ പോയിട്ട് വാങ്ങിച്ചതാണ്. ഇതൊരു ചെറിയ വ്ളോഗാണ്. കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. സോ സോറി. ഇനി നെക്സ്റ്റ് ടൈം എന്തായാലും വരുമ്പോൾ ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.